ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജനം ഒരു പരിധിവരെ പറ്റിക്കപ്പെടുകയാണ് എന്ന് പറയുകയാണ് സത്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് സമൂഹത്തിൽ വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആണ്, വളരെയധികം ഫിയർ ഫാക്ടേഴ്സ്. കാരണം വേറുന്നുണ്ട്, മുഖത്തൊരു കുരു വന്നാൽ വല്ലാതെ ഭയം വരികയാണ് ഇന്നത്തെ ആളുകൾക്ക്. ഇത് ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നതിൽ അപ്പുറേക്ക് ഇന്ന് ചാനലുകളിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ബാക്കിയുള്ള പല പരസ്യ മാധ്യമങ്ങളിൽ കൂടെ ഒത്തിരി കമ്പനികൾ കൺസ്യൂമർ ബേസ്ഡായിട്ട് സൈക്കോളജി ഓറിയൻറ്റഡായിട്ട് ഉണ്ടാക്കുന്ന നിരവധി പ്രോഡക്റ്റുകളാണ് ഇന്ന് ഈ സമൂഹം മുഴുവൻ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് എപ്പോഴും ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരു പ്രശ്നത്തിന് മാത്രമേ ഒരു ഉത്തരം കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാ കമ്പനികളും അല്ലെങ്കിൽ ഏത് കൺസ്യൂമർ ബ്രാൻഡുകളും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നത്തെ സമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്ന് ആദ്യം വിചാരിപ്പിക്കുക എന്നുള്ളത് ഒരു മരുന്ന് വിൽക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആവശ്യം ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ പരസ്യങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പല മാർഗങ്ങളിൽ കൂടിയോ ഇന്നത്തെ സമൂഹത്തെ ഒരു കൺസ്യൂമർ രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇത് പ്രശ്നമാണ്, നിങ്ങളുടെ മുഖത്ത് കുരു വന്നത് പ്രശ്നമാണ്, വലിയ മഹാരോഗമായി മാറുന്നു. ഒരു ബാക്ടീരിയ, കക്കൂസിൽ ഇരിക്കുന്ന ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയ ഒരു വലിയ മഹാരോഗമാണ് അല്ലെങ്കിൽ വലിയ അപകടമാണ് സൃഷ്ടിക്കുന്നത് എന്ന് ഇന്നത്തെ സമൂഹത്തെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു 40 വർഷം 30 വർഷം മുമ്പ് സോപ്പ് വരെ ഉപയോഗിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ഈ ജനം ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഈ സോപ്പിൻ്റെ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടാക്കിയ സോപ്പ് ഉപയോഗിച്ചില്ല എങ്കിൽ ശരീരം മുഴുവൻ ബാക്ടീരിയ കയറി നമ്മളെ കാർന്ന് തിന്നും എന്ന് നമ്മളെ ഭയപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ സോപ്പിൽ നിന്നൊക്കെ പോയി ഇന്ന് എന്തുമാത്രം ഉൽപ്പന്നങ്ങളാണ്. ഒരു ആണുങ്ങൾക്ക് വേണ്ടിയുള്ള കോസ്മെറ്റിക് ഷോപ്പ് വരെ ഇന്ന്, അത് എക്സ്ക്ലൂസീവായിട്ടുള്ള ആണുങ്ങൾക്ക് വേണ്ടി വരെയുള്ള കോസ്മെറ്റിക് ഷോപ്പ് വരെ ഇന്ന് സമൂഹത്തിൽ വളരെയധികം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു മാർക്കറ്റ് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ.